എ ഡേ ഓഫ് ആൻ ഐഡിയൽ സ്റ്റുഡൻറ്റ്. ഒരു ദിവസത്തെ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുമെന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളൊരു ബാങ്ക് അല്ലെങ്കിൽ ഒരു SSC അല്ലെങ്കിൽ ഒരു റെയിൽവേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഡ്രീം എന്ന് പറയുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡ്രീമിലേക്ക് എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് ഒരു ഡേയിലെ ആ 24 മണിക്കൂർ നമ്മൾ എങ്ങനെ സ്പെൻഡ് ചെയ്യുന്നു അതുപോലെ ആയിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്കുള്ള ആ ഒരു മണിക്കൂർ എല്ലാവർക്കും ഒരാ ടൈമാണുള്ളത്, അല്ലേ? എല്ലാവർക്കും ഉള്ളത് 24 മണിക്കൂർ. അതിൽ ആരാദ്യം കൂടുതൽ വർക്ക് ചെയ്യുന്നു അയാൾക്ക് ആദ്യം നമുക്ക് എന്ത് ചെയ്യും? ജോലി കിട്ടും. അപ്പോൾ എങ്ങനെ നമുക്ക് ഈ പറയുന്ന ടൈം നമുക്ക് വിനിയോഗിക്കാൻ പറ്റുമെന്നാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് നമ്മൾ തറോ വിത്ത് ദ ടോപ്പിക്സ്. അപ്പോൾ നമ്മുടെ ടോപ്പിക് ഒന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിക്കുക. ഓക്കെ, നമുക്ക് എന്താണോ നമ്മുടെ എക്സാമിന് ആവശ്യം, ആ ആവശ്യമായ അത്രയും ടോപ്പിക് നന്നായിട്ടൊന്ന് പഠിക്കുക. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ടോപ്പിക്ക് കംപ്ലീറ്റ് ആയ ഉടനെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ്. ഓക്കെ, ഓൺലി പ്രാക്ടീസ്. കാരണം നിങ്ങൾക്ക് എത്രത്തോളം മോക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം മോക്ക് ചെയ്യുക. സജസ്റ്റ് ചെയ്യുന്നത് 4 to 5 മോക്സ് ഡെയിലി, മോക്ക് ടെസ്റ്റ് ഡെയിലി. ഓക്കെ, നമുക്ക് ഒരുപാട് മോക്ക് ടെസ്റ്റ് ഉണ്ട്. മോക്ക് ടെസ്റ്റ് കിട്ടുന്ന ഒരുപാട് സൈറ്റുകൾ നിങ്ങൾക്ക് ഗൂഗിളിൽ അവൈലബിൾ ആണ്. അപ്പോൾ ടോപ്പിക് അത്രയും ക്ലിയർ ആയ ഉടനെ നിങ്ങൾ എന്ത് ചെയ്യുക? 4 മുതൽ 5 വരെയുള്ള മോക്ക് ഡെയിലി ചെയ്യുക. അവന്മാരുടെ സൊല്യൂഷനും വർക്കൗട്ട് ചെയ്യുക. സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ ഒരു മോക്കിന് നമുക്ക് എങ്ങനെ പോയാലും 1 മണിക്കൂറാണ് നമ്മുടെ ഒരു മോക്കിന്റെ ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂറാണ്. അപ്പോൾ 1 മണിക്കൂർ നിങ്ങൾക്ക് മോക്ക് ചെയ്യാനും എടുക്കും. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൊല്യൂഷൻ നോക്കാനായിട്ട് മറ്റൊരു 1 മണിക്കൂർ എടുക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മോക്ക് കംപ്ലീറ്റ് ആയിട്ട് സൊല്യൂഷനും കൂടെ തീർക്കാനായിട്ട് നമുക്ക് 2 മണിക്കൂർ സമയം വേണം, അല്ലെ? 2 മണിക്കൂർ സമയം ഒരു മോക്കിന് നമുക്ക് വേണം. അങ്ങനെയാണെങ്കിൽ 4 മുതൽ 5 മോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ 10 മണിക്കൂർ, ഒരു ദിവസത്തെ 10 മണിക്കൂർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടി ഉപയോഗിക്കാം? മോക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അഡിക്വേറ്റ് ആയിട്ടുള്ള നല്ലൊരു ഉറക്കം നിങ്ങൾക്ക് ആവശ്യമാണ്. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് ഉറങ്ങുക, വീണ്ടും പഠിക്കുക. അപ്പോൾ പഠിക്കാനായിട്ട് മോക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സൈറ്റുകളുണ്ട്. ആ സൈറ്റിൽ കയറി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ സഹായം, നമുക്കൊരു GK ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്റ്റാറ്റിക് GK ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഒക്കെ ഉണ്ട്. ഒരുപാട് സ്റ്റാറ്റിക് ഒക്കെ കിട്ടുന്ന ഒരുപാട് നല്ല നല്ല ടെക്സ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറയുന്നത്, നമ്മുടെ എക്സാമിന് വരുന്ന അതേ മോഡലായിരിക്കും നിങ്ങൾക്ക് കമ്പ്യൂട്ടറിൽ മോക്ക് ടെസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ചോദ്യങ്ങളും അല്ലെങ്കിൽ നമ്മൾ മോക്ക് ചെയ്യുമ്പോഴുള്ള ചോദ്യങ്ങളും ഏതാണ്ട് സിമിലർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എങ്ങനെയൊക്കെയാണ് നമുക്ക് എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ഉണ്ടാവുക എന്ന് നമുക്കൊരു മോഡൽ കിട്ടും. ഈ മോഡൽ വെച്ചിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് സാധിക്കും. ഏതൊക്കെ ചോദ്യം നമുക്ക് ആദ്യം അറ്റംപ്റ്റ് ചെയ്യണം. അപ്പോൾ പ്രയോറിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏതൊക്കെ ചോദ്യം ആദ്യം അറ്റൻഡ് ചെയ്യണം, പ്രയോറിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ആദ്യം ചെയ്യുക, പാടായിട്ടുള്ള ചോദ്യങ്ങളെല്ലാം ലാസ്റ്റത്തേക്ക് വിടുക. അപ്പോൾ ഇതെല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ ഏറ്റവും അത്യാവശ്യമായ ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളാണ്. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് നമ്മൾ ഒരു 5 or 6 മോക്ക് ടെസ്റ്റ് ഡെയിലി എഴുതുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. ഏതൊക്കെ ചോദ്യം നമുക്ക് അറ്റംപ്റ്റ് ചെയ്യണ്ട, ഏതൊക്കെ ചോദ്യം ആദ്യം അറ്റംപ്റ്റ് ചെയ്യാം, ഏതൊക്കെ എനിക്ക് കൂടുതൽ ടൈം എടുക്കുന്നുണ്ട്, ഏതൊക്കെ എനിക്ക് ടൈം എടുക്കുന്നില്ല, എനിക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട്. കുറേ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ അറിയാം കുറേ പാറ്റേൺ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും, അല്ലെ? എക്സാമിനും ഇതേപോലെ തന്നെയാണ്. നമുക്കുള്ള അതേ പാറ്റേണിലായിരിക്കും നമ്മുടെ ചോദ്യം, പാറ്റേൺ ചേഞ്ച് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു പ്രോപ്പറായിട്ട് നിങ്ങളൊരു നല്ലൊരു മോക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഡെയിലി 4-5 മോക്ക് ടെസ്റ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എക്സാമിനെ പറ്റിയുള്ള ഒരു നല്ലൊരു അവബോധം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, എന്തൊക്കെ നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാം എഴുതി അൺഫോർച്ചുനേറ്റ്ലി ചിലപ്പോൾ നമുക്കത് ആദ്യത്തെ ഇതിൽ തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മുടെ മോറൽ ഒന്ന് ഡൗൺ ആവും. അപ്പോൾ നമ്മൾ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്നൊക്കെ വിചാരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലോട്ടൊക്കെ നമുക്ക് പോയേക്കാം. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നിർത്തുക. ഒരു എക്സാം കിട്ടിയില്ലെങ്കിൽ വീണ്ടും ഒരു 10 എക്സാം നമ്മുടെ മുന്നിലുണ്ട്. ആ ഒരു രീതിക്ക് വേണം നിങ്ങൾ എപ്പോഴും പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഈ ഒരു എക്സാം അല്ല നമുക്ക് ആവശ്യം, നമുക്ക് നമ്മുടെ കാത്തിരിക്കുന്ന ഒരു ജോലി അവിടെ ഉണ്ട്. നിങ്ങൾ പഠിക്കുക, നിങ്ങൾ ചെയ്യേണ്ടത് പഠിക്കുക, എക്സാം എഴുതുക മാത്രം. നമുക്ക് റിസൾട്ടിനെ പറ്റിയല്ല നമ്മുടെ ചോദിക്കുന്നത്. ജസ്റ്റ് പഠിക്കുക, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ അവിടെ ചെയ്യുക, റിസൾട്ട് തനിയെ വന്നോളും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പാടില്ല എന്നും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവോയ്ഡ് ഡിസ്ട്രാക്ഷൻസ്. നമ്മുടെ ഡിസ്ട്രാക്ഷൻസിനെ എല്ലാം അവോയ്ഡ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ ആ ഡിസ്ട്രാക്ഷനിൽ ഏറ്റവും വരുന്നത് എന്താ?
കൂടുതലും നമ്മുടെ മൊബൈൽ ഫോൺസ് അല്ലേ. ഈ വീട്ടിലിരുന്ന് പഠിക്കുന്ന കുറേ കുട്ടികൾ ഉണ്ടാവും. അപ്പോൾ ഈ വീട്ടിൽ ഇരുന്ന് പഠിക്കുന്നവരുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മൊബൈൽ അല്ലെങ്കിൽ ടി വി. ഈ പറയുന്ന 2 ഉപകരണങ്ങൾ നമ്മളിങ്ങനെ ആകർഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇടയ്ക്ക് ഒരു സമയം നമ്മൾ റെസ്റ്റ് എടുക്കാനായിട്ട് ചിലപ്പോൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് നമ്മൾ പോയി. ആ സമയത്ത് നിങ്ങൾക്ക് ഒരു ടി വി കണ്ടു, ഒരു പ്രോഗ്രാം കണ്ടു. നമ്മൾ എന്ത് ചെയ്യും? ആ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അതിൽ തന്നെ ഇരുന്ന് വീണ്ടും നമ്മൾ കുറേ സമയം എക്സ്ട്രാ പോകും അല്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡിസ്ട്രാക്ഷനാണ്. നമ്മൾ ആ പഠിക്കുന്നതിൽ നിന്നും വ്യതിചലിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുക്കാം. പക്ഷെ നമ്മൾ ഇതിലോട്ടായി കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പഠിക്കുന്ന പിള്ളേർക്കാണ് ഈ പറയുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ഈ പറയുന്ന മൊബൈൽ അതുപോലെ ടി വി എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ ഇതിൽ നിന്ന് മാറ്റി നമ്മുടെ ചിന്ത വേറെ ഒന്നിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ടൈം നമുക്ക് കുറയുകയാണ് അല്ലേ. നിങ്ങൾ ഓർക്കുക, നമ്മളൊരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ നമ്മൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ ഈ 2 മണിക്കൂർ കൊണ്ട് 10 പിള്ളേർ നമ്മളെ മറികടന്ന് പോയിട്ട് വേണം നമ്മൾ ചിന്തിക്കാനായിട്ട് അല്ലേ. 10 പിള്ളേർ അതിനെക്കാട്ടിലും കഷ്ടപ്പെട്ട് മറ്റെവിടെയോ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ 10 പിള്ളേർ നമ്മളെ മറികടന്ന് പോയി. നമ്മൾ ചെലവാക്കുന്ന ഓരോ സെക്കൻഡിനും വിലപ്പെട്ടതാണ്. ഓരോ സെക്കൻഡ് മാറും തോറും ഓരോ കുട്ടികളും നമ്മളെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു എന്ന് ഓർക്കുക. ഓക്കെ, അപ്പോൾ ആ ഒരു മൈൻഡ് വെച്ച് വേണം നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എല്ലാം ഒഴിവാക്കുക. ഓക്കെ, അതുപോലെ രണ്ടാമത് പറയുന്നത് ഒരു ഫ്രണ്ട് സെറ്റ് ഉള്ളവരാണ് എങ്കിൽ, നിങ്ങൾക്കൊരു കമ്പനീസ് ഓഫ് ഫ്രണ്ട്സ് നിങ്ങളുടെ കൂടെ ഉള്ളവരാണെങ്കിൽ, അപ്പോൾ അതിൽ തന്നെ നമുക്ക് നല്ല ഫ്രണ്ട്സും ഉണ്ടാവാം അല്ലെങ്കിൽ ബാഡ് ഫ്രണ്ട്സും ഉണ്ടാവാം. അപ്പോൾ നമ്മളെ കൂടെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് ബെനിഫിറ്റാണ്. കാരണം നമുക്ക് ഓരോരുത്തരുടെ ചിന്തകൾ നിങ്ങൾക്ക് ഇതുപോലെ നമുക്ക് കമ്പൈൻ സ്റ്റഡി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അത് ഒരുപാട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യും. കാരണം നമുക്ക് അവരുടെ അറിവുകൾ നമുക്ക് കിട്ടുകയാണ്, അവർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. അറിവ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതോറും നമുക്ക് കുറേയല്ല, നമുക്ക് കൂടെയാണ്. അപ്പോൾ ഈ പറയുന്നത് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ, ഒരു നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കുക. നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ എക്സാമിനെ വളരെയധികം സാധിക്കും. ഓക്കെ, ഇമ്പ്രൂവ് ചെയ്യും. പക്ഷേ ഈ പറയുന്ന ഫ്രണ്ട് സർക്കിൾ കുറച്ച് ബാഡ് സർക്കിൾ ആണെങ്കിലോ, ഇപ്പോൾ അവർ പറയും നമ്മൾ പഠിക്കാനുള്ള സമയത്ത് ഇല്ല, നമുക്ക് അവിടെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇന്ന ദിവസം ഒരു ട്രിപ്പൊക്കെ പോയിട്ട് വരാം എന്ന് പറയുന്ന കുട്ടികളാണെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്തൊരു പരീക്ഷ വേണ്ടത്, എന്തിനാണ് നമ്മൾ വെറുതെ പരീക്ഷയൊക്കെ എഴുതി കളയുന്നത്, നമുക്ക് ഒന്ന് ചില്ലായിട്ടൊക്കെ വരാം എന്ന് പറയുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അത് നിങ്ങളുടെ നാശത്തിലേക്കാണ്. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ രണ്ടാമത് ഫ്രണ്ട് സർക്കിൾ. ഫ്രണ്ട് സർക്കിൾ നമുക്ക് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് അല്ലേ. ഗുഡ് ഫ്രണ്ട്സിനെ ശരി, ബാഡ് ഫ്രണ്ട്സിനെല്ലാം ഒഴിവാക്കുക. അതാരായാലും ഒഴിവാക്കുക. കാരണം നിങ്ങളുടെ പഠനത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ആള്. നല്ല കൂട്ടുകെട്ടും ചീത്ത കൂട്ടുകെട്ടും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ളവരെ തിരിച്ചറിയുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ പുതിയൊരു കുട്ടിയാണെങ്കിൽ, നിങ്ങൾ ഇപ്പോൾ തുടങ്ങുന്നവരാണ് എങ്കിൽ, ഒരു ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം നമ്മുടെ ഇന്റർനെറ്റിലും ബാക്കിയുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലും എല്ലായിടത്തും നമുക്ക് ലഭിക്കുന്നതാണ്. നന്നായിട്ട് പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.